ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എന്നത്തെയും പോലെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അടുക്കളയിൽ വന്നിട്ടുള്ളത് ഒരു 5:45 ആയിട്ടാണ് കേട്ടോ. ഇന്നലെയും മിഞ്ഞാന്നൊക്കെ കുറച്ച് നേരത്തെ നീച്ചായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് വൈകി. അലാറം അടിച്ചപ്പോൾ എന്താ പറയുക, ഉറക്കം മതിയാകായിട്ട് ഞാൻ അലാറം ഓഫാക്കി വെച്ചുകൊണ്ട് കിടന്നു കേട്ടോ. പിന്നെ ഒരു ഞെട്ടി നീക്കലായിരുന്നു. അപ്പോൾ 5:45 അടുക്കളയിൽ എത്തിയപ്പോഴേക്കും അപ്പോൾ അതാ ഞാൻ വേഗം തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ചായയും തിളപ്പിച്ച് വെച്ചു കേട്ടോ. പിന്നെ അതാ കടല കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പുട്ടും കടലയാണെന്ന്. പുട്ടാണെങ്കിൽ തന്നെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത് ചാക്കരി പുട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ റേഷൻ കടയത്തെ അരിയില്ലേ, അത് തലേ ദിവസം വെള്ളത്തിലിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പൊടിച്ചിട്ട് വറക്കൊന്നും വേണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ആ ഒരു പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഉണർന്ന ആ ഒരു സമയത്ത് 5 മണിയൊക്കെ ആകുമ്പോൾ നീച്ചേക്ക് ഞാൻ വേഗം വന്നാണ്ട് ഇതൊന്ന് എന്താ പറയുക വെള്ളം വരാൻ വേണ്ടി വെച്ചു കേട്ടോ. പിന്നെയും പോയി കിടക്കുക ചെയ്തത്. കുറച്ചുകൂടി സമയം കിടക്കട്ടെ, ഇന്നലെ കുറച്ച് നേരത്തെ പണികൾ ഒരുങ്ങിയാലോ. അപ്പോൾ കുറച്ചു നേരം കൂടി കിടക്കട്ടെ എഴുതി കടന്നത് പിന്നെ കുറച്ച് ഓവറായിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് നീച്ചത്. എന്നാലും ഇപ്പോൾ റേഷൻ പിടിയത്തെ അരി ഉണ്ടാവുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മൾ വേഗം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തീരും കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസുമല്ലും അടുപ്പത്തും ഒക്കെ കൂടി ആയിട്ടാണ് പണികൾ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. കണ്ടില്ലേ, നേരെ 6:15 തീയൊക്കെ കത്തിച്ച് ചോറിന് വെള്ളം വെച്ചു. കുക്കറിൽ കടല അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സിമ്പിളായിട്ടാണ് കേട്ടോ ഒന്ന് കടലക്കറി വെക്കുന്നത്, അരക്കിനൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാൻ അരിയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ വലിയ ജാറിലിട്ടിട്ടാണ് നമ്മൾ തേങ്ങ കരക്കില്ല, ആ ഒരു ജാറിലിട്ടിട്ടാണ് ഞാൻ അരി പൊടിച്ചെടുക്കുന്നത് കേട്ടോ. ചെറിയ ജാറിൽ അത്ര സുഖം പോരാ, പിന്നെ എത്തിരിച്ച് അങ്ങനെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ ടൈം വേണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതിലാവുമ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു സ്പൂൺ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ എന്താ പറയുക ഓഫാക്കി ഓണാക്കി അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നാളൊരു കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു കൂട്ടുകാർ, ഇത് ചൂടാവോ മിക്സി കേടുവരുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓഫാക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. ഒന്നിച്ച് അങ്ങോട്ട് പൊടിച്ചെടുക്കാൻ ശ്രമിക്കരുത്. മുഴുവൻ തീരുന്നത് വരെ അങ്ങനെ ചെയ്യരുത് കേട്ടോ. കുറച്ച് സമയം 2 വട്ടം പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് സമയം മിക്സിക്ക് ഒന്ന് റെസ്റ്റ് കൊടുക്കുക. ചൂടാവും, നമുക്കറിയാലോ ചൂടാവണത്. മിക്സിയിലെ ജാറ് നന്നായിട്ട് ചൂടാവും കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, എപ്പോഴെപ്പോഴും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ പുട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പല രീതിക്കും ഉണ്ടാക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ പുട്ടൊക്കെ ഇടയ്ക്കല്ലേ ഉണ്ടാക്കുള്ളൂ. അതുപോലെ ഒരു 10 മണിക്കൂറെങ്കിലും അരി കുതിർക്കാൻ വെക്കണം കേട്ടോ. എന്നാലുള്ള പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുക. എന്നാൽ പിന്നെ ഓവറായിട്ടൊന്നും മിക്സി ചൂടാവൂല, പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ രാത്രി തന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇട്ടാൽ മതി, രാവിലെ ഒരു 6 മണിക്കൊക്കെ പൊടിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നാളികേരമൊക്കെ ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട്. നാളികേരം ചിരകി എടുത്തത് കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കറിക്കും പുട്ടിക്കും കൂടിയും വേണ്ടിയിട്ട് ചിരകിയപ്പോൾ 2ക്കും കൂടി ഉണ്ടാക്കി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കറിക്ക് കുറച്ചെടുത്ത് വെക്കുകയാണ്. അപ്പോൾ അത് ആ മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് വെച്ചു. അപ്പോഴേക്കും ഇതാ ചോറൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ ഒന്ന് ഞാൻ ഊറ്റിയെടുക്കുകയാണ്. പിന്നെ വേവുള്ള അരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോറിന് വെള്ളം വെച്ചതാണ് കേട്ടോ. അപ്പോൾ കറിക്കുള്ളതൊന്നും ഞാൻ ശരിയാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു വെള്ളം വെച്ചു കൊടുത്തത്. വെറുതെ തീ കത്തിപ്പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇനി അത് കറിക്കൊക്കെ അടുപ്പത്ത് വെക്കുമ്പോൾ അത് വാങ്ങി വെക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ ഒന്നും അരി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ ഞാൻ ഉപ്പുവെള്ളമൊക്കെ ഒന്ന് ആക്കിയിട്ട് പുട്ടിന് പൊടിയൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി ഉപ്പുവെള്ളം പാർന്നാൽ മതിയാകും. അപ്പം തന്നെ വേഗം നനയൂട്ടത്. അപ്പോൾ എനിക്ക് തോന്നി ഉപ്പ് ഉണ്ടാവില്ല അങ്ങനെയാവുമ്പോൾ. അപ്പോൾ കുറച്ച് ഉപ്പ് ആ പൊടിക്ക് കൊണ്ട് വാരിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കേട്ടോ. ഇത്തിരി വെള്ളം മതി നമ്മൾ ഈ വറക്കാത്ത പൊടിയിൽ എന്താ പറയുക നനച്ചെടുക്കാൻ. അപ്പോൾ പുട്ടും തോക്കിൽ വെള്ളമൊക്കെ ഞാൻ ഗ്യാസുമ്മ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാളികേരവും ചിരകി വെച്ചല്ലോ, ഇനിയിപ്പോൾ വേഗം നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നേരത്തെ നീച്ചാലും നേരം വൈകി നീച്ചാലും ഒക്കെ നമ്മളൊന്ന് ആഞ്ഞ് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീരാത്ത പണികളൊന്നും നമുക്ക് അടുക്കളയിൽ ഉണ്ടാവില്ല. പറയുമ്പോൾ ഞാൻ തലേ ദിവസം ഒന്നും ശരിയാക്കിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു ആവശ്യം എനിക്ക് തോന്നലില്ല. എപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ ചെയ്ത് വെക്കുള്ളൂ. അത്ര അർജൻറ്റുള്ള വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ചെയ്ത് വെക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കടലയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. കുക്കറൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ പുട്ട് ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കുത്തി കൊടുക്കാൻ വന്നതാണ്. പിന്നെ വീണ്ടും അതിൽ നിറച്ചിട്ട് വെക്കണം. അപ്പോൾ ഗ്യാസുമ്മലാവുമ്പോൾ ഞാൻ എന്താ പറയുക ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ടുങ്ങാണ്ട് ആവി കയറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ആ കുറ്റിയിൽ നിറയ്ക്കൂലേ, ആ ഒരു സമയത്ത് കുറച്ച് വെക്കും കേട്ടോ. വെറുതെ കത്തിപ്പോവുമല്ല, അത്ര ഒരു കുറഞ്ഞ സമയമാണെങ്കിൽ പോലും. അപ്പം നേരം വഴുകിയെന്ന് വിചാരിച്ചാണ്ട് നമുക്ക് ഒരുങ്ങാതെ ഒന്നും ഇരിക്കൂല. നമ്മൾ ആഞ്ഞൊങ്ങിയെന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കഴിയാത്ത പണികളൊന്നും നമുക്ക് അടുക്കളയിൽ ഇല്ല കേട്ടോ. വേറെ പ്രത്യേകിച്ച് എന്താ പറയുക വെള്ളം കോരി കൊണ്ടുവരിക അല്ലാതെ വിറക് വെട്ട് അങ്ങനത്തെ പണികളൊന്നും ഇല്ലല്ലോ.
നമുക്കിപ്പോൾ വെള്ളമൊക്കെ പൈപ്പ് തിരിച്ചാൽ കിട്ടും. വിറകൊക്കെ തലേ ദിവസം തന്നെ നമ്മൾ റെഡിയാക്കി വെക്കും. ചിലർക്ക് വിറകും കത്തിച്ച് വെക്കേണ്ടി വരില്ല. എന്താ വെച്ചാൽ ഗ്യാസുമ്മലാവും ഫുള്ള് ചെയ്യണ കാര്യങ്ങളല്ലേ. അപ്പോഴാണെങ്കിൽ ഒന്നും കൂടി ഈസി ആവും. കുക്കറും ഗ്യാസും ഒക്കെ ആണെങ്കിൽ വേഗം വേഗം ആവുമല്ലോ. ഇതിപ്പോൾ ഞാൻ അടുപ്പും കത്തിക്കും ഗ്യാസും കത്തിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പണികൾ പെട്ടെന്ന് ഒരുങ്ങി കിട്ടും. അപ്പോൾ അതിൻ്റെ ചോറൊക്കെ ആയിട്ട് ഞാൻ ആ വെള്ളം കൊണ്ടേ പറഞ്ഞിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നേരം വെളുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വാതിൽ തുറക്കാത്തത്. എനിക്ക് നല്ലോണം നേരം വെളുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഒരു പേടിയാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതാ ചോറിന് അരിയൊന്നും ഇട്ട് കൊടുക്കാതെ ഞാൻ വേഗം വെള്ളമുണ്ട് വാങ്ങി വെച്ചിട്ടോ. എന്നിട്ട് കടലക്കറി അടുപ്പത്ത് വെക്കുകയാണ്. അപ്പോൾ ചീനച്ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് സവോള അരിഞ്ഞതും അതുപോലെ കറിവേപ്പില പച്ചമുളകൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തേങ്ങ അരയ്ക്കാത്തൊരു കടലക്കറിയാണ്. ഇന്നാ തേങ്ങ അരച്ച പോലെ ആവും ചെയ്യും കേട്ടോ. നല്ല കട്ടിക്ക് തന്നെയാണ് ഇത് ഇരിക്കുക. ഇനിയിപ്പോൾ കട്ടിയാക്കണമെങ്കിൽ കട്ടിയാക്കുക, ലൂസാക്കണമെങ്കിൽ ലൂസാക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെയാണ് ചേർക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടി ഞാൻ ഓവറായിട്ടൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് മൂന്നും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതാക്കണം നമ്മൾ കടല വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് വെള്ളത്തോടു കൂടി അതിലേക്കാണ്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. കടല വേവിച്ചപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തേന്നു, അല്ലാതെ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ അതാ ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ഇത്തിരി പെരിഞ്ജീരകം കൂടി ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കലക്കി ഒഴിക്കുന്നുണ്ട് കേട്ടോ. പെരിഞ്ജീരകവും വെളുത്തുള്ളി ഇട്ടാലുള്ളൂ കടലക്കറി എനിക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, അതിൻ്റെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാ അതിലേക്ക് ഞാൻ കുറച്ച് കടല അരച്ച് ചേർക്കുന്നുണ്ട്. അതിന് കുറച്ച് കടല അവിടെ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഓവറായിട്ട് അരച്ചിട്ടില്ല. ഇന്ന് അരഞ്ഞതും അല്ല ചതഞ്ഞതും അല്ലാത്തൊരു രൂപത്തിൽ വേണം എടുക്കാൻ. ഒരുപാട് പേസ്റ്റ് രൂപത്തിൽ ഇങ്ങോട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കറി ഒരു താളി പോലെയാവും കേട്ടോ. വല്ലാത്തൊരു കൊഴുപ്പാവും. ആ ഒരു കൊഴുപ്പിനോട് എനിക്ക് വലിയൊരു താല്പര്യമല്ല. അപ്പോൾ ചെറുതായിട്ടൊരു കട്ടി മതി. പിന്നെ ഇവിടുത്തെ കാര്യം അറിയാലോ, എപ്പോഴും കുറച്ചധികം കറി വേണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുക. ഇനിയിപ്പോൾ കട്ടിക്ക് വേണമെന്നുള്ളവർക്ക് വെള്ളം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ചിക്കൻ മസാല ഇല്ലെങ്കിൽ നമ്മൾ ആ ഉള്ളി മൂപ്പിക്കുന്ന സമയത്ത് എന്താ പറയുക, പട്ട, ഗ്രാമ്പൂ, ഏലക്കായൊക്കെ അല്ലേ, അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നാലും ആ ഒരു ടേസ്റ്റ് വരും എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇനി നല്ലോണം ഒന്ന് വെട്ടി തിളയ്ക്കണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞാൻ കറിക്കുള്ളതൊക്കെ അവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് കണ്ണം പഠിക്കുന്നിടത്തൊന്ന് ജയിച്ച് വന്നത്. ഒരു എക്സാം ആവുകൊണ്ട് ഇപ്പോൾ കുറച്ച് നേരത്തെ പഠിക്കാൻ നീക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഓൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പാത്രം കഴുകലൊക്കെ അവിടെ ഇട്ടാണ്ട് ഓനോട് വർത്താനത്തിനായിട്ട് നിൽക്കുകയാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ അത് തിളയ്ക്കണ ആ ഒരു സമയം കൊണ്ട് ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉള്ളിയും തക്കാളിയും വെണ്ടയ്ക്കയും അതുപോലെ ചെറിയൊരു ക്യാരറ്റ് ഉണ്ടായിരുന്നു, അതും ഒക്കെ ഒന്ന് അവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളത് വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടൊരു കറി ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും വൈകുന്നേരത്തേക്ക് ആ കറി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ വൈകുന്നേരം വല്ല താളിപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഞാൻ ആ ക്യാരറ്റും ഉള്ളിയും വെണ്ടയ്ക്കയും കൂടി ഒന്ന് എണ്ണയിൽ വാട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മൺചട്ടിയിലാണ് വെക്കുന്നത്. മൺചട്ടിയിൽ വെക്കുന്ന എന്ത് കറിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിലേക്കൊരു 1-2 പച്ചമുളകും കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ണൻ്റെ സ്കൂളത്തെ വിവരങ്ങളും പിന്നെ പോരുമ്പോഴുള്ളതും പുസ്തകത്തുക്കുമ്പോഴുള്ളതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് കേട്ടോ വർത്താനം പറയുന്നത്. അതേപോലെ ഫോണിൽ വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കാണാത്ത സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞുതരും. അങ്ങനെ അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടാണ് അടുക്കളയിൽ എൻ്റെ അടുത്ത് വന്ന് നിൽക്കട്ടോ. എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും പറഞ്ഞു തരാൻ. മക്കൾക്ക് അങ്ങനെയാണല്ലോ അല്ലേ, സ്കൂൾ വിട്ട് വന്നാലും പോകുന്നത് വരെയും വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, കിടക്കുന്നത് വരെയും ഓരോരോ കാര്യങ്ങളും എനിക്ക് പറയാനുണ്ടാവും. കിടക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോവേ ഇല്ല കേട്ടോ, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ നിൽക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ കറിയൊക്കെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിക്ക് ഉപ്പും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ കടന്ന് വേവട്ടെ. വെണ്ടയ്ക്കൊക്കെ വാടുമ്പോൾ തന്നെ ഒന്ന് വന്നിട്ടുണ്ടല്ലോ. പിന്നെ അതിലേക്ക് അരപ്പ് എന്ന് പറയാൻ നാളികേരം, മഞ്ഞൾപ്പൊടി, ഒരിത്തിരി മുളക് പൊടി, അതേപോലെ തന്നെ മല്ലിപ്പൊടി ഓവറായിട്ട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ആ കുത്തലൊന്നും വരണ്ട, ഒരിത്തിരി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ചേർത്തത് ഒരിത്തിരി ചെറിയ ജീരകമാണ്, അതും കൂടുതലായി പോവണ്ട. അപ്പം ഞാനിന്ന് എൻ്റെതായ രീതിയിൽ ഈ ഒരു കറി ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ, ഉള്ളത് വെച്ചിട്ട്. അപ്പോൾ വേറെ പച്ചക്കറികളൊന്നുമില്ല, ഉപ്പേരിക്കൊന്നുമില്ലെന്ന്. അപ്പോൾ ഇതന്നെ ഉള്ളൂ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് കറി എന്ന് പറഞ്ഞില്ലേ. ഇനിയിപ്പോൾ ഇതിൽ വേണമെങ്കിൽ പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ, സാമ്പാർ വയ്ക്കണ ആ ഒരു രൂപത്തിലും വെക്കാം. അപ്പോൾ എന്നും ഒരേപോലെ ആവണ്ട, കുറച്ചൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്നിങ്ങനെ ചെയ്തത്. അപ്പോൾ ഏതായാലും ഈ ഒരു കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാളികേരമൊക്കെ അരച്ചിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓവറായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കരുത്. ഈ ഒരു മഞ്ഞ കളറിൽ വേണ്ടിട്ട് ഈ ഒരു കറി. അപ്പോൾ അത് ഞാൻ തിളച്ച് വന്നപ്പോൾ അതൊന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കൊന്ന് വറവിട്ട് കൊടുക്കണം. അതേപോലെ നേരത്തെ നമ്മളെ കടലക്കറി അവിടെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്കും ഒന്ന് വറവിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി കേട്ടോ, ചെറിയ ഉള്ളിയിൽ വറവിട്ട ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ.
ശരിക്കാണെങ്കിൽ നമ്മളെ കടലക്കറിക്ക് കടുകിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ ഇട്ട് കൊടുക്കൂലല്ലേ പൊതുവേ. പക്ഷേങ്കിൽ ഞാൻ എന്ത് വിചാരിച്ചു, ആ മുകളിൽ നിന്ന് കുറച്ച് ഉള്ളി എടുത്ത് കോരിയിട്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നാലും അതിൽ കടുകൊക്കെ പെട്ടിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് കഴിക്കാൻ തന്നെയല്ലേ. പിന്നെ ബാക്കിയുള്ളത് ഈ ഒരു കറിക്ക് കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ടോ. പിന്നെ ആ ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ കുറച്ച് മീനും കൂടി വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇത് തലേ ദിവസം വൈകുന്നേരം കൊണ്ടുവന്ന മീനായിരുന്നു, ഉണക്കസ്രാവാണ് കേട്ടോ. അത് ഞാൻ മുഴുവനും മുറിച്ചിട്ട് ഇതേപോലെ മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്പിയിട്ട് മസാലകളൊക്കെ കൂട്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. പിന്നെ ആവശ്യത്തിന് എടുത്തിട്ട് അങ്ങനെ വറുത്താൽ മതിയല്ലോ. ഇല്ലെങ്കിൽ എപ്പോഴും ആ ഒരു ഉണക്കമീൻ കയ്യമ്മലാക്കണതിനോട് എനിക്ക് വലിയൊരു താല്പര്യമില്ലാത്ത കാര്യമാണ് കേട്ടോ. എല്ലാ മീനുകളും ഉണക്കൽ ഏതാണെങ്കിലും അത് ഫുള്ളായിട്ട് ക്ലീൻ ആക്കി വെക്കും. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ എടുത്ത് വെക്കൂലേ, വല്ല കൊട്ടയിലൊക്കെ ആക്കിയിട്ട് അടുപ്പിൻ്റെ സൈഡിലൊക്കെ തൂക്കിയിടും, അങ്ങനെയൊക്കെ ചെയ്തേനല്ലോ. ഇപ്പം എന്തായാലും ഈ ഒരു ഫ്രിഡ്ജുള്ള സ്ഥിതിക്ക് അതൊന്നും ചെയ്യലില്ല കേട്ടോ. അപ്പം ഞാൻ ഏട്ടന് കൊണ്ടുപോകാനുള്ള ആ ഒരു കറി ഇതാ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് അവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഉച്ചത്തേക്ക് കേട്ടോ. പിന്നെ ഒരു ഇത്തിരിയൊക്കെ വൈകുന്നേരത്തേക്ക് ഉണ്ടാവും, എന്നാലും അത് ഉണ്ടാവില്ല. അപ്പോൾ വൈകുന്നേരം കുറച്ച് കറി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതാ ഞാൻ ഒലുക്കുള്ള ചോറാക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചു. ഓരോന്നാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതവിടെ കൊണ്ടയ്ക്കാലോ. അപ്പോൾ ആയത് അപ്പോൾ ഞാൻ ഏട്ടനുള്ള കറി സത്യത്തിൽ വെള്ളത്തിലൊന്നും വെക്കലില്ല, സ്റ്റീലിൻ്റെ കുപ്പിയിലാണ് ആക്കൽ കേട്ടോ. അപ്പോൾ ആ ഒരു കുപ്പീൻ്റെ അടപ്പ് നന്ദുടുത്ത് കളിച്ചായിരുന്നു, അതെവിടെ കൊണ്ടിട്ടേന്ന് അറിയില്ല കേട്ടോ. ഇങ്ങനെ നീച്ചിട്ട് വേണോ അവനോട് ചോദിച്ചാൽ പറഞ്ഞു തരും കേട്ടോ. എവിടെയെങ്കിലും അവൻ കൊണ്ടുവച്ചിട്ടുണ്ടാവും, അപ്പോൾ നീച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലാക്കാമെന്ന്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലാക്കുമ്പോൾ നമുക്കത് വെള്ളത്തിൽ വെച്ച് ചൂടാറ്റിയിട്ട് വേണമല്ലോ ആക്കാൻ. അപ്പം അതുകൊണ്ടാണ് വെള്ളത്തിൽ വെച്ചത് കേട്ടോ. അപ്പം ഇനി അതിൽ കുറച്ച് ചോറുണ്ട്. അപ്പം ആ ഒരു ചോറ് ഉച്ചയ്ക്ക് കണ്ണൻ ചോറിനുണ്ടാവും, ഞാനും ഇല്ലേ. പിന്നെ അച്ഛന് വെള്ളരിൻ്റെ കേട്ടോ കൊടുക്കുക. അപ്പം അതാ ഓലിക്ക് ചോറൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അവിടെ കൊണ്ടേക്കട്ടെ. ഇന്ന് ഉപ്പേരിയൊന്നും ഇല്ല കേട്ടോ, മീൻ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ മുട്ട ഉണ്ടിരിക്കണ്, നന്ദു നീച്ചിട്ട് പോകാൻ എന്താ വേണ്ടത് വെച്ചാൽ അത് ഉണ്ടാക്കി കൊടുക്കണം. ഇന്നിപ്പോൾ എന്തായാലും ഇനി സോയാബീനും കിഴങ്ങൊന്നും ഞാൻ ഉണ്ടാക്കണില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇനി മുട്ട ഒന്ന് പുഴുങ്ങുകയോ ചില്ലി അടിക്കുകയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതേപോലെ ചെയ്യണം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതാ കണ്ണൻ കുളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം എണ്ണയെ തേക്കൂല കേട്ടോ, എണ്ണ തേക്കുന്ന ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ പിന്നാലെ കൂടിയൊന്ന് തേച്ച് കൊടുത്തതാണ്. അപ്പോൾ ഓൻ്റെ ഭാഗ്യമൊന്ന് തേച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ കുറച്ച് എണ്ണയും കൊണ്ട് വന്നാണ്ട് വേഗം തേച്ച് കൊടുത്താണ് കേട്ടോ. കുളിമുറിക്ക് കയറാൻ അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പം എണ്ണ തേക്കാൻ പൊതുവേ അനുമോക്കായാലും കണ്ണനായാലും ഒക്കെ മടി തന്നെയാണ്. ഓലെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും കുറേയൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. 2 ദിവസം കൂടുമ്പോഴൊക്കെ തേക്കുള്ളൂ. പിന്നെ ഇപ്പോൾ മക്കളായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്നാലും നമ്മളത് അവിടെ മാറ്റി വെച്ചിട്ട് മക്കളോട് ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നന്ദുവിനെയൊക്കെ ഒന്ന് ഉണർത്തിയിട്ട് ഒരു പല്ലൊക്കെ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അനുമോള് കലണ്ടർ ഇങ്ങനെ നോക്കണത് എന്നാ ഇനിയിപ്പോൾ അവധി എന്നാണ് നോക്കണം കേട്ടോ. മക്കൾക്ക് ആകേനുള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ 2 ദിവസം സ്കൂളിലേക്ക് പോയാൽ 3-ാമത്തെ ദിവസം നോക്കും എന്നാ ഇനിയിപ്പോൾ അവധി എന്ന്. എല്ലാവരും സ്കൂളിലേക്ക് പോയിരുന്ന ഒരു സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു അല്ലേ, എന്നാന്ന് അപ്പോൾ അവധി എന്നുള്ളത് നോക്കി നടക്കൽ തന്നെയായിരുന്നു പണി. ബസ് സമരമൊക്കെ ആണെങ്കിലൊക്കെ എന്തോ ഒരു സന്തോഷമാവും എന്നറിയോ. ഇവിടെ മക്കൾക്ക് ഇപ്പം അങ്ങനെ തന്നെയാണ് കേട്ടോ. ബസ് സമരമോ മഴയായിട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിട്ട് സ്കൂളില്ലെങ്കിലും അവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ ഇതാ ഞാൻ അടുക്കളയത്തേക്ക് ഒരു വിധം അങ്ങോട്ട് ഒരുങ്ങിയില്ലേ. അപ്പം ഇനി വേഗം ഒന്ന് ആകമൊക്കെ ഒന്ന് അടിച്ച് വരട്ടെ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഏട്ടന് പോകാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നേരം വഴിക്ക് നീച്ചിട്ടുണ്ടെങ്കിലും നമ്മളെ പണികൾ ആ ഒരു കൃത്യസമയത്ത് തീരും. എന്താ പറയുക, കുറച്ച് സമയം ഒന്ന് ഓടേണ്ടി വരും, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ സാവകാശ പണികളൊന്നും ചെയ്യാൻ പറ്റൂല. നേരത്തെ നീച്ചിട്ടുണ്ടെങ്കിൽ ആക്കം പോലെ പണിയെടുക്കുക, വൈകി നീച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ധൃതി പിടിച്ച് തന്നെ എടുക്കേണ്ടി വരും കേട്ടോ. ധൃതി പിടിച്ചെടുത്താലും എന്താ നമ്മളെ പണികൾ ആ ഒരു സമയത്ത് ഒരുങ്ങും. അപ്പം ഞാൻ സത്യത്തിൽ ചെയ്യലുള്ളത് സമയത്തിനോട് മല്ലടിക്കലാണ് കേട്ടോ. എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലോക്കിക്ക് നോക്കും. അപ്പോൾ അത് ഓടുന്നതിനനുസരിച്ച് ഞാനും ഓടും, സ്പീഡ് കൂട്ടും കേട്ടോ. അപ്പോൾ ഏതായാലും അകം കൂടി ഒന്ന് അടിച്ച് വാരിട്ടിട്ട് വേണം മുറ്റത്തേക്ക് ഇറങ്ങാൻ. അപ്പം ഞാൻ അകം അടിച്ച് മുഴുവനായിട്ടില്ല, 2 റൂമും കൂടി അടിക്കാണ്ട്, 2 റൂമും അടുക്കളയും കൂടി ഒന്ന് അടിക്കാണ്ട് കേട്ടോ. അപ്പോഴാണ് ഏട്ടന് പോകാനായി ഇറങ്ങുന്നത്. അപ്പോൾ ഏട്ടനെ പറഞ്ഞയച്ചു. അത് കഴിഞ്ഞിട്ട് വേഗം മുറ്റടിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അനുമോളെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓളൊരു സൈഡും ഞാനൊരു സൈഡും നിന്നിട്ടുണ്ടെങ്കിൽ വേഗം കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓളെയും കൂടിയും കൂട്ടി. അപ്പോൾ അമ്മ അല്ലേന്ന് എല്ലാവരും ചോദിക്കൂലേ. അപ്പോൾ അമ്മ ഉണ്ട്, അമ്മ അമ്മേൻ്റെ വീട്ടിലേക്ക് പോകാൻ പുറപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ പല്ലേക്കലും ചായ കുടിക്കലും ഡ്രസ്സ് എടുത്തേക്കലും മാറ്റലും ഒക്കെ ആയിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ കാട്ടി അമ്മ നടക്കുകയാണ്. അതുകൊണ്ടാണ് അമ്മേനെ കാണാത്തത് കേട്ടോ. അപ്പം ഞാനും അനുമോളും കൂടിയാണ് മുറ്റടിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഞാൻ അടിച്ചു വരുമ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അടിച്ചു വരുമ്പോൾ പുല്ല് കണ്ട അപ്പയ്ക്ക് അത് നുള്ളിയെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. ഓവറായിട്ട് പുല്ലൊന്നുമില്ല. ഇന്ന് അവിടെ ഇവിടെയും പുല്ല് മുളച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ. ആ തെങ്ങിൻ്റെ അപ്പുറത്തെ ആ സൈഡിലേക്കാണ് നല്ലോണം ഉള്ളത്. ഇവിടെയൊക്കെ അവിടെ ഇവിടെ ഉള്ളൂ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ കാട്ടി നടന്നിട്ടുണ്ടെങ്കിൽ കുറേ സമയമാവും കേട്ടോ.
അപ്പോൾ ഇവിടെ പണ്ട് ഇപ്പുറത്തെ വീട്ടിലൊരു അമ്മ ഉണ്ടായിരുന്നു. ആ വീടൊക്കെ ഇപ്പോൾ പൊളിച്ചു പോയിട്ടോ. ഇപ്പോൾ ഒരു വേറെ സ്ഥലത്താണ്. പിന്നെ അമ്മ അപ്പം അല്ല. അത് ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഞാനിങ്ങനെ അടിച്ചു വാരുമ്പോൾ പുല്ല് ഒപ്പാപ്പം നുള്ളുമ്പോൾ എന്നോട് ചോദിക്കും, അടിക്കുമ്പോൾ നുള്ളണ പെണ്ണുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. സത്യത്തിൽ അതെനിക്ക് എന്താണെന്ന് അറിയില്ല. എന്നാലും ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ പറയണമെന്ന് ചോദിച്ചപ്പോൾ അടിച്ചു വാരുമ്പോൾ പുല്ല് ഒപ്പം നുള്ളി എടുക്കണ പെണ്ണുങ്ങൾ നല്ല പെണ്ണുങ്ങളാണ്, പണ്ട് പെണ്ണ് എറിഞ്ഞു പോകുമ്പോൾ അങ്ങനെയൊക്കെയാണ് ചോദിക്കുക എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനത് എന്നോട് പറഞ്ഞൊരു കാര്യം നിങ്ങളോട് പറഞ്ഞാണ് കേട്ടോ. ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ടു. ഞാനത് ആദ്യമായിട്ട് കേൾക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് അമ്മേനോട് അത് പറയുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു പണ്ടൊക്കെ അങ്ങനെ പറയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് ആ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് വന്ന് അകടിച്ചു വാരലും കഴിഞ്ഞു, കൂളിയൊക്കെ കഴിഞ്ഞു. കണ്ണൻ ഇതാ പോവാൻ പുറപ്പെട്ടു. 9 മണിയായിട്ട് സമയം. ഞാൻ ചായ കുടിക്കാതിരിക്കുന്ന സമയമാണ് 9 മണി. അപ്പോൾ ചായയൊക്കെ എടുത്ത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ചോറൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് വേണം ചായ കുടിക്കാൻ പോകാൻ. അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നന്ദു അനുമോളും അവിടെ കാത്തുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി കുടിക്കാനുള്ള വെള്ളം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ മൺകാലത്തിൽ ഒരുപാട് വെള്ളമാക്കിയിട്ട് താങ്ങി പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറേശ്ശെ അങ്ങനെ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പൈപ്പ് പൂട്ടിയും തുറന്നും അങ്ങനെ എനിക്ക് വലിയൊരു താല്പര്യം ഇല്ലായിരുന്നില്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചായയുടെയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നന്ദുവിന് പോവാൻ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓന് മുട്ട മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേഗം മുട്ട ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഗ്യാസുമ്മലാണ് ഉണ്ടാക്കണം കേട്ടോ. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് മീൻ വറുത്തതും കറിയാണ്. അപ്പോൾ ഓന് മുട്ട മതിയായിരുന്നു. അനുമോക്കും പിന്നെ ആ കറിയും മീൻ വറുത്തതൊക്കെ മതിയായിരുന്നു. അതും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ കടലക്കറിയും കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഓന് മുട്ടയിൽ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇത്തിരി ഉപ്പ് ഇട്ടെടുത്തിട്ട് വെളിച്ചെണ്ണയിൽ ഇങ്ങോട്ട് ചില്ലി അടിക്കണ പോലെ ഇങ്ങനെ ആക്കുകയാണ് കേട്ടോ. അല്ലാതെ മുട്ട അപ്പാക്കിയിട്ട് വലിയൊരു താല്പര്യമല്ല. അത് കണ്ണനായാലും വലിയൊരു ഇഷ്ടമല്ല. ഇങ്ങനെ ആക്കിയാലാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതവിടെ ആക്കി വെച്ചിട്ടാണ് ഞങ്ങൾ എന്താ പറയുക പുറപ്പെടാനൊക്കെ പോയത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മാക്സിന് ഇട്ടാൽ പോവില്ല. എന്താ വെച്ചാൽ ഇവിടെ അടുത്ത് തന്നെയാണ്. ആദ്യമൊക്കെ ചുരിദാറൊക്കെ ഇട്ട് പോയിരുന്നു. അപ്പോൾ ഇപ്പം അങ്ങനെയൊന്നും ചെയ്യലില്ല കേട്ടോ. ഒരു ഷാൾ എടുത്തിടും. അപ്പോൾ നന്ദോനിയൊക്കെ ഒരുക്കി അതിൻ്റെ ഇടയ്ക്ക് ഇതാ ചോറൊക്കെ ഒന്ന് നേരത്തെ വെന്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നണം നേരത്തെ അരിയിട്ട് കൊടുത്തിട്ടാണ് തോന്നണത്. ഇന്ന് വേഗം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സ്കൂളിലേക്ക് പോണ സമയം എന്ന് പറഞ്ഞാൽ 10 മണിയാണ്. ഇതിൻ്റെ മുന്നേ അനുമോള് പോകും കേട്ടോ. അനുമോള് കുറച്ച് നേരത്തെ പോകും. ഒക്കെ ഉള്ള കൂട്ടുകാരികളോട് വർത്താനം പറഞ്ഞു തിരിക്കാൻ വേണ്ടി കുറച്ച് നേരത്തെ പോകും. ഞാനും നന്ദും കൂടി ബെല്ലടിക്കാനാവുമ്പോഴേ പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പുറപ്പെടലൊക്കെ കഴിഞ്ഞിട്ട് അരി ഒന്ന് വാർത്ത് വെച്ചു. ഇല്ലെങ്കിൽ വരുമ്പത്തിനും അത് വേറും. അപ്പം അച്ഛൻ ഉണ്ടാവും കേട്ടോ അവിടെ. അപ്പോൾ എനിക്കിങ്ങനെ പൈപ്പത്തെ വെള്ളം എടുത്ത് കുടിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നന്ദുവിനെയൊക്കെ കൊണ്ടേക്ക് പോന്നപ്പോൾ തറവാട്ടിൽ കൂടെ പോകുന്ന അവിടെ നിന്ന് അമ്മായി തന്നതാണ് കേട്ടോ ഒരു കറുത്തേൻ്റെ കഷ്ണം. അപ്പോൾ ഇത് പഴുത്തിട്ടുണ്ട്. വലിയ കറുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വേഗം തോലൊക്കെ ചെത്തിയിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. മക്കളൊക്കെ വന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഇതാ ഞാനും അച്ഛനും കൂടിയും ചോറിനായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കറികളും വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നും പറയും പോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്